ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആനന്ദ് ശ്രീബാല എന്ന സിനിമയാണ്. മിസ്റ്ററി ത്രില്ലർ എന്ന ഗണത്തിൽ വന്നിട്ടുള്ള ഈ സിനിമ വളരെയധികം ഇമോഷണൽ ടച്ചിങ്ങോട് കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പ്രധാനമായും ഈ സിനിമ കാണാൻ കാരണം എന്നത് UA സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം അവിടെ എഴുതി ചേർത്തിട്ടുണ്ട് 13+ എന്ന്. മറ്റുള്ള സിനിമകളൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നതാണോ എന്നാണ് എനിക്ക് ഡൗട്ടുള്ളത്. കാരണം എന്ന് വെച്ചാല് അവരാരും പോസ്റ്ററിലത് കാണിക്കുന്നില്ല. ഇനി ഈ സിനിമക്കാർ അത്രയും ഡെഡിക്കേഷൻ ആയിട്ട് അവർ ചെയ്തതാണോ എന്നുള്ളതും എനിക്കറിയില്ല. മറ്റുള്ള സിനിമകൾ ഒരുപക്ഷെ അതിനെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ അതിനെ അങ്ങനെ ചെയ്യില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിഷ്ണു വിനയ് തന്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ആൻമെഗാമിയുടെയും കാവ്യ ഫിലിം കമ്പനിയും കൂടി നിർമ്മിച്ച ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ്. സിനിമാറ്റോഗ്രാഫി വിഷ്ണു നാരായണൻ, കിരൺ ദാസ് എഡിറ്റർ, മ്യൂസിക് രഞ്ജിൻ രാജ് തുടങ്ങിയവരാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്രൂ മൊത്തമായിട്ട് അഭിനന്ദനം വളരെയധികം അർഹിക്കുന്നുണ്ട്. അത്രയും നല്ല രീതിയിലാണ് ഈ ഫീലിങ്ങോടുകൂടിയുള്ള ഈ മിസ്റ്ററി ത്രില്ലർ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് ഇതുവരെയുള്ള സിനിമകളിലെല്ലാം ഡെലിവറി ചെയ്തിട്ടുള്ള ആ ഒരു മോഡലിൽ അഭിനയിക്കുന്ന, വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടനെ തന്നെയാണ് സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് മറ്റാരുമല്ല, അർജുൻ അശോകനാണ്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പേരായിട്ട് സിനിമയിൽ ചെയ്തിട്ടുള്ള അപർണ ദാസ്. എന്താണോ ഇന്നത്തെ സമൂഹം സിനിമയിൽ കാണുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഈ കാണുന്ന സ്ത്രീ സമൂഹത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായി ഡെലിവറി ചെയ്തുകൊണ്ട് തന്നെയാണ് അപർണ ദാസ് സിനിമയിൽ വേഷമിട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം അപർണ ദാസ് സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുമാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ കാസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരാൾ നന്ദു എന്ന വ്യക്തിയാണ്. അദ്ദേഹവും സിനിമയിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വളരെ ചെറിയ വേഷങ്ങളാണ് ഈ പറയുന്ന ഈ നമ്മുടെ അർജുൻ അശോകനും അല്ലെങ്കിൽ അപർണ ദാസിന് ശേഷം വന്നിട്ടുള്ള മറ്റെല്ലാ ക്യാരക്ടേഴ്സും അവർക്കെല്ലാവർക്കും തുല്യമായി വീതിച്ചു വെച്ചതുപോലെയാണ് സിനിമയിൽ ഉടനീളം വന്നിട്ടുള്ളത്. ഒരു പക്ഷെ അതിനൊരു അപവാദമായിട്ടുള്ളത് പണ്ട് കാലത്തെ സംഗീത മാധവൻ നായർ എന്ന നായിക മാത്രമാണ്. മാത്രവുമല്ല, എബിൻ കെ, സിദ്ദിഖ്, സൈജു കുറുപ്പ്, അതുപോലെ തന്നെ ശിവത തുടങ്ങിയവരൊക്കെയുള്ള ഒരു പോലീസ് ക്രൂ ഉണ്ട്. അങ്ങനെ പോലീസുകാരായിട്ട് വന്ന എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് പൊറോട്ട് നാടകം എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഒരു നെഗറ്റീവ് അദ്ദേഹത്തിന്റെ സിനിമയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അതിനെ ഒക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. എവിടെയാണോ ആ ക്യാരക്ടർ മോശമാവേണ്ടത് അവിടെ മോശമായി, എവിടെയാണോ നന്നാവേണ്ടത് അവിടെ നന്നായി, അത് അദ്ദേഹം കൃത്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മാത്രമല്ല, ഇതിലെ പോലീസ് ഫോഴ്സ് ആയിട്ട് അഭിനയിച്ച വിനീത് എന്ന വ്യക്തി പോലും കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രൻസ് തുടങ്ങിയ ഒട്ടനേകം പ്രമുഖരായ ആൾക്കാർ ചെറിയ ചെറിയ വേഷങ്ങളിൽ ചെറിയ ചെറിയ സമയങ്ങളിൽ കൃത്യമായിട്ട് വന്നിട്ട് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ സിനിമയിൽ പോകുന്നുണ്ട്. അവർ സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. കാസർഗോഡ് വെച്ചെടുക്കപ്പെട്ട തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ മനോജ് കെയു, അതുപോലെ അസീസ് നെടുമങ്ങാട് എന്ന കലാകാരൻ, ഇവരൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ ഞാൻ എടുത്തു പറയേണ്ടുന്ന അല്ലെങ്കിൽ ആദ്യം പറയേണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്, മാളവിക മനോജ് എന്ന നായിക. ആ നടി ഈ സിനിമയിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കലാകാരന്മാർ ഈ സിനിമയ്ക്ക് കൃത്യമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച് പോയിട്ടുള്ളതാണ്. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഇമോഷനും, ഒരു പ്രത്യേകതരം ഇമോഷൻ ഒന്നല്ല ഇതിലുള്ളത്. പ്രണയമുണ്ട്, അമ്മയോടുള്ള സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, പകയുണ്ട്. പിന്നെ നമുക്ക് ആ ദേഷ്യവും പകയും കൂടുമ്പോഴുള്ള ഒരു ത്വരയുണ്ട്. എല്ലാം കൃത്യമായ അളവിൽ വളരെ നന്നായി എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനൊക്കെ കൃത്യമായിട്ട് കയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഞാൻ ആ അവസാന ഘട്ടത്തോട് അടുക്കുമ്പോൾ ഈ മ്യൂസിക് ലയിച്ചിരുന്ന്
ത്രില്ലടിച്ചുകൊണ്ട് കണ്ടിരുന്നത്. അത്രയധികം നമുക്ക് സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ എന്തായാലും പോയി കാണണം. അത്രയും മികച്ചൊരു സിനിമയാണ് ആനന്ദ് ശ്രീബാല. ഈ സിനിമ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു റിവ്യൂ പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ടില്ലേ, ഇനി അതിനു മുമ്പേ ആണെന്ന് എനിക്ക് പറയാം, പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് എന്റെ റിവ്യൂ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തൊട്ടില്ലേ ഇതിൽ ഏറ്റവും മികച്ച ഒരു സിനിമയാണ് ഇത് എന്ന് എനിക്ക് പറയാം. ഇപ്പൊ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും മികച്ച സിനിമയാണ്. നിങ്ങൾ പെൺകുട്ടികൾ ഉള്ള ഒരു ഫാമിലിയിലാണ് ജനിച്ചതെങ്കിൽ, ഞാൻ ഈ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് തമിഴിലുള്ള ചിത്ത എന്ന സിനിമയും മഹാരാജ എന്ന സിനിമയും ഇറങ്ങിയപ്പോൾ മാത്രമാണ്. അതെന്റെ പേഴ്സണൽ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എഴുതിയിട്ടതാണ്. ഈ രണ്ട് സിനിമകളും കണ്ടവർ എന്തു വന്നാലും വീട്ടിൽ ഫാമിലിയിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കണമെന്ന്. അത് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ പറയുന്നത്. മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു സിനിമയുണ്ട്. ആ സിനിമ നിങ്ങൾ എന്തായാലും വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ വെറുതെ തിയേറ്ററിൽ, കാരണം അവരത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയെ നിങ്ങൾ കൊല്ലരുത്. അല്ലെങ്കിൽ അത് അവരുടെ എഫേർട്ടിന്, കാരണം നാളെയും അവർക്ക് നല്ലൊരു സിനിമ ചെയ്യേണ്ട അങ്ങനെ ഒരു മൈൻഡിൽ ആൾക്കാരെ നിരാശപ്പെടുത്തരുത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ പരാജയപ്പെട്ടു പോയാൽ ഇതാണ് നമുക്ക് വേണ്ട ഫോർമുല എന്നുള്ള രീതിയിൽ മാസ് മസാല സിനിമകളുടെ ഒക്കെ പിറകെ മറ്റുള്ള സംവിധായകരെ ഓടുന്നത് പോലെ ഇവരും ഓടേണ്ട ഒരു ഗതികേടുണ്ടാവും. അങ്ങനെ ഒരു ഗതികേട് മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു നല്ല സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് വരുത്താൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള ഒരു അപേക്ഷ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മൈന്യൂട്ടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇതിൽ ഒരു FIR തിരുത്തിയ ഒരു കഥ പറയുന്നുണ്ട്. അത് ഒരു ആദ്യത്തെ പാലത്തിൽ നിന്നല്ല പിന്നെ മാറ്റി തിരുത്തി എഴുതിയ രണ്ടാമത്തെ പാലം എന്നാണ്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ തിരുത്തി എഴുതാനുണ്ടായ സാഹചര്യം ഒരു ദൃക്സാക്ഷി പറഞ്ഞത് മാറി എന്നുള്ളതാണ്. ഈ സിനിമയിൽ അങ്ങനെ ഒരു ദൃക്സാക്ഷിക്ക് പിറകെ ആരും പോയിട്ടില്ല എന്ന് പറയുന്നതും സിനിമയുടെ ഒരു ഇതാണ്. കാരണം വെച്ചാൽ അതിൽ ആരൊക്കെയോ പുറകെ പോകേണ്ട ആൾക്കാരുണ്ട്, പക്ഷെ അവരാരും പോയിട്ടില്ല. എന്തുകൊണ്ട് പോയിട്ടില്ല? അങ്ങനെ ഒരാളെ ബാക്കിൽ പോകണമായിരുന്നു. അതെനിക്കൊരു നെഗറ്റീവ് ആയിരുന്നു, ഒറ്റ ചെറിയ കുഞ്ഞു നെഗറ്റീവ്. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഉറപ്പായി നിങ്ങൾ കാണണം, കണ്ടിരിക്കണം. മഹാരാജയും ചിറ്റയും ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതെ OTT ഇരുന്ന് കണ്ട് പ്രശംസിച്ച വ്യക്തിയാണെങ്കിൽ, മഹാരാജനെ കുറിച്ച് പറയാലോ, വളരെയധികം വലിയ വിജയ് സേതുപതിയുടെ കരിയറിലെ 50ാമത്തെ ചിത്രമാണ്. ആ 50ാമത് ചിത്രം എത്രയോ കോടികൾ കളക്ട് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് എത്രയോ കോടികൾ കൊടുത്തു വാങ്ങി ഇപ്പോ ചൈനയിൽ പോലും അല്ലെങ്കിൽ ജപ്പാനിൽ പോലും പുറം രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാണിക്കുന്ന ആ സിനിമ നമ്മൾ തിയേറ്ററിൽ നമ്മൾ എത്ര അടുത്ത് വന്നിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതേ സിറ്റുവേഷൻ ചിലപ്പോൾ ഈ സിനിമക്കും വരും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.